നമസ്തേ. എൻ്റെ പേര് ഡോക്ടർ ലിസ ഡേവിസ്, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക്സ് അറ്റ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ. കുട്ടികളിലെ പനി മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു കൺസേൺ ആണ്. പനി എന്ന് പറയുന്നത് രോഗമല്ല, മറിച്ചൊരു ലക്ഷണമാണ്. നമ്മുടെ ശരീരം പല അണുബാധയോട് പ്രതികരിക്കുന്ന രീതിയാണ് പനി എന്ന് പറഞ്ഞ ലക്ഷണം. മാതാപിതാക്കൾ കുട്ടികൾക്ക് പനി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ചെയ്തുകൂടാ, എപ്പോഴാണോ ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത്? മിക്കപ്പോഴും മാതാപിതാക്കൾ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് പനി ഉണ്ടോയെന്ന് നിശ്ചയിക്കുന്നത്. കഴിവതും തെർമോമീറ്റർ വെച്ച് തന്നെ നോക്കുക. അതിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മേലെയോ ഇല്ലെങ്കിൽ 99.5 ഡിഗ്രി ഫാരൻഹീറ്റിന് മേലെയോ ആണെങ്കിൽ പനി എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പ്രകാരം പാരസെറ്റമോൾ കൊടുക്കാവുന്നതാണ്. പാരസെറ്റമോൾ കൊടുത്താൽ ഉടനടി ടെമ്പറേച്ചർ കുറയണമെന്നില്ല. 1 മണിക്കൂറിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ടെമ്പറേച്ചർ അതേപടിയാണ് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ടെമ്പറേച്ചർ അതിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ദേഹം ഒന്ന് മുക്കി തുടയ്ക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് നെറ്റി അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ആംസ് ഉള്ള ഭാഗത്തെല്ലാം ഒന്ന് തുടയ്ക്കാവുന്നതാണ്. അതിന് നമ്മൾ ടെപ്പിഡ് സ്പോഞ്ചിങ് എന്ന് പറയും. എപ്പോഴും ടെപ്പിഡ് സ്പോഞ്ചിങ് ഇളം ചൂടുവെള്ളത്തിൽ ചെയ്യാവോ, തണുത്ത വെള്ളത്തിൽ ഒരിക്കലും ചെയ്യരുത്. പനിയുള്ളപ്പോൾ കഴിവതും കുഞ്ഞുങ്ങളെ കോട്ടൺ ഡ്രസ് ഇടിയിപ്പിക്കുക. മിക്കപ്പോഴും ഒ.പിയിൽ കാണുന്നതാണ് കുട്ടികൾ സ്വെറ്ററും കൂടിയൊക്കെ ഇട്ട് വരുന്നത്. കഴിവതും കോട്ടൺ ഡ്രസ്സാണ് പനിയുള്ളപ്പോൾ ഇടിയിപ്പിക്കേണ്ടത്. പനിയുള്ളപ്പോൾ കുട്ടികൾ കഴിക്കുന്ന ആഹാരം വളരെ കുറവായിരിക്കും. അപ്പോൾ കണ്ടമാനം പാനീയങ്ങൾ കൊടുക്കുക. ഉപ്പിട്ട കഞ്ഞി, ORS ഒക്കെ ആയിട്ട് കൊടുക്കുക. ആവിയിൽ ഉണ്ടാക്കിയ ഭക്ഷണം, ഇഡ്ഡലി, ദോശ എന്നിവ കൊടുക്കാവുന്നതാണ്. കുട്ടി കിടക്കുന്ന മുറിയാണെങ്കിലും നോർമൽ ടെമ്പറേച്ചർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. AC ആണെങ്കിൽ AC 27-നും ഫാൻ ആണെങ്കിൽ 2-ലും ഇടേണ്ടതാണ്. ഇനി എപ്പോഴാണ് കുട്ടിയെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടത്? കുഞ്ഞിൻ്റെ പ്രായം 3 മാസത്തിന് താഴെയോ ഇല്ലെങ്കിൽ പനി 3 ദിവസത്തിന് മേലെയോ, പനിയുടെ കൂടെ ഫിറ്റ്സ്, ശ്വാസം മുട്ടല് അല്ലെങ്കിൽ നിർത്താതെയുള്ള ലൂസ് ടൂൾസ് അല്ലെങ്കിൽ ഛർദി, കുട്ടി ഒട്ടുമേ ആഹാരം കഴിക്കുന്നില്ല, യൂറിൻ 6 മണിക്കൂറിന് മേലെ പോയിട്ടില്ല എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. നന്ദി.